നമസ്കാരം. ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുമെന്ന് കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാനികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓരോ നിമിഷവും ഇന്ത്യയുടെ മിസൈൽ മഴ തലയ്ക്കു മുകളിൽ പെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഓലപ്പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടാലും തോന്നും ഭൂമി പിളർന്നതാണ്. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ പറ്റാത്ത പണിക്ക് പോയി ഉറക്കമില്ലാതെ പ്രാന്തു പിടിച്ചോടേണ്ട തരത്തിൽ ഓരോ നെറുകേട് ചെയ്തു വെക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ബാക്കികൾ? കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തലസ്ഥാനത്ത് അപ്രതീക്ഷിത പൊട്ടിത്തെറി ഉണ്ടായതോടെ സ്വാഭാവികമായും പാകിസ്ഥാൻ കേന്ദ്രീകൃത തീവ്രവാദ സംഘടനകൾ സംശയത്തിന്റെ നിഴലിലായി. ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കുന്ന പാർട്ടികളെ സംബന്ധിച്ച് അപ്പോൾ മുതൽ തുടങ്ങിയ നെട്ടോട്ടമാണ്. പാകിസ്ഥാനിലെ പ്രധാന ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് മുതൽ പാകിസ്ഥാന്റെ വീര നേതാക്കന്മാർ ഒളിക്കാൻ മാളം തേടി പോയത് വരെയുണ്ട് പറഞ്ഞാൽ തീരാത്ത കഥകൾ. പാകിസ്ഥാന്റെ യുക്തിക്ക് നിരക്കാത്ത ആരോപണമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ സ്ഫോടനത്തെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ആരോപണം പുറത്തുവരുന്നത്. ഈ ആരോപണങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും പാകിസ്ഥാനിലെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനുള്ള ശ്രമവുമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭരണകൂടം ഇപ്പോൾ നേരിടുന്നത് ഒരു വലിയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയാണ്. അവരുടെ രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര കലഹങ്ങളും അവരെ ലോകവേദിയിൽ വിശ്വാസ്യതയില്ലാത്ത രാജ്യമായി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പരാജയങ്ങൾ മറയ്ക്കാനായി അവർ പഴയ ശൈലിയിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പ്രതികരിക്കേണ്ട സമയത്ത് നേരിട്ട് പ്രതികരിക്കുന്ന രാഷ്ട്രമായി മാറിയിരിക്കുന്നു. മറുപടി നൽകേണ്ടത് നയപരമായും ശക്തമായ പ്രതിരോധ ശേഷിയിലൂടെയുമാണ് എന്നതാണ് ഇന്ത്യയുടെ നയം. ഇന്ത്യൻ സർക്കാർ ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയെ അസത്യവും അപ്രാണികവുമായ ആരോപണമെന്ന് തള്ളിക്കളഞ്ഞു. ഇന്ത്യ ഭീകരവാദത്തിനെതിരെ നിശ്ചയദാർഢ്യത്തോടെ പോരാടുന്ന രാജ്യമാണ്. നാം പ്രതികാരം രാഷ്ട്രീയ പ്രചരണങ്ങളിലൂടെ ചെയ്യാറില്ല. ഇന്ത്യ തന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് തുറന്നതും നിയമപരവുമായ വഴിയിലൂടെ തന്നെയാണ്. ഇത് പാകിസ്ഥാന് കൊടുത്ത ഏറ്റവും അന്തസ്സുറ്റ മറുപടിയാണ്. ഇത് വെറും നയതന്ത്ര മറുപടി മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ ആത്മാഭിമാനത്തിന്റെ പ്രതിഫലനം കൂടിയാവുകയാണ്. ഭീകരവാദത്തെ സംരക്ഷിക്കുകയും അതിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഭൂമിയിൽ ഉണ്ടായ സ്ഫോടനങ്ങൾക്ക് മറുപടി കണ്ടെത്താനാകാതെ ഇരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഭയം വ്യക്തമാണ്. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും ലോകത്തെ ശക്തമായ രാജ്യമാക്കി ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങളും ഇവയൊക്കെ പാകിസ്ഥാനിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി അതിവേഗത്തിൽ വളർന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ രാഷ്ട്രീയ വേദികളിലും മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രചരിക്കുന്നത് ഇന്ത്യ പ്രതികാരം ചെയ്യുമെന്ന ആശങ്കയാണ്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യ പ്രതികാരം നേരിട്ട് ചെയ്യുന്നതാണ് പതിവ്, പരോക്ഷമായല്ല. അതായത് ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങൾ അതിന്റെ ആത്മവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. മോദി സർക്കാരിന്റെ പ്രധാന സവിശേഷതയാണ് ശക്തമായ ദേശീയ സുരക്ഷാ നയം. ഭീകരവാദത്തിനെതിരെ സഹിഷ്ണുതയില്ലാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. സജ്ജമായ സൈന്യം, ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് പിന്തുണ ഇവയെല്ലാം ഇന്ത്യയെ ഇന്നത്തെ അന്താരാഷ്ട്ര വേദികളിൽ സ്വയം സമർത്ഥമായ ശക്തിയായി ഉയർത്തിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ നയവും പ്രതിരോധ നയവും ലോക ശ്രദ്ധ തന്നെ നേടിയതാണ്. ഇതിന്റെ ഫലമായി പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണത്തെ കുറിച്ച് ഭീതിയിലാണ്. അവർക്ക് വ്യക്തമാണ്, ഇന്ത്യ പ്രതികരിക്കുമ്പോൾ അത് കൃത്യമായ ലക്ഷ്യത്തോടെ നിയമപരമായ മാർഗത്തിലൂടെ ആയിരിക്കുമെന്ന്. ഭീകരതയെ നേരിടുന്നതിനായി മാത്രമായിരിക്കും ഇന്ത്യ പോരാടുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനം പാകിസ്ഥാന്റെ തന്നെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളുടെ ഫലമാണ് എന്ന് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളും പാകിസ്ഥാനിലെ ആഭ്യന്തര തീവ്രവാദ ഗ്രൂപ്പുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും അവരിൽ സർക്കാരിന്റെ നിയന്ത്രണം പോലും ഇല്ല എന്നും ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പരാജയം മറയ്ക്കാനുള്ള തന്ത്രമാണ് എന്നത് വ്യക്തമാണ്. ഒപ്പം പാകിസ്ഥാന്റെ ഭയവും. ഈ രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ തങ്ങളുടേതായ ഉത്തരവാദിത്തം ഒഴിവാക്കണമെന്നവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഭയപ്പെടുന്നത് സാധ്യതയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ ഒരിക്കൽ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് സംശയമില്ലാതെ വ്യക്തവും പരസ്യവുമായിരിക്കും. പാകിസ്ഥാൻ ഇന്ന് ഭയപ്പെടുന്നത് വെറും സൈനിക ശക്തിയെ അല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയും നയതന്ത്ര പ്രാവീണ്യത്തെയും മോദിയുടെ ഉറച്ച നേതൃത്വത്തെയും. ഇന്ത്യ പ്രതികാരം ചെയ്യുമ്പോൾ അത് പ്രതികാരമല്ല, നീതിയുടെ നടപടിയാണ്. അതിന് ഇന്ത്യക്ക് ഒളിയും മറയും ആവശ്യമില്ല.
മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ മാത്രമല്ല, മുന്നിൽ നിന്ന് നെഞ്ചും കൂട് തകർക്കാനും ഇന്ത്യ ഇന്ന് സജ്ജമാണ്. കാരണം ഇന്ത്യയെ നയിക്കുന്നത് ഭീരുവല്ല, ധീരനാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച